എന്നെ ഇല്ലാതാക്കിയിട്ട് നിനക്ക് നിമ്മതിയോട് ജീവിക്കാൻ കഴിയും എന്ന് കരുതണ്ട. എനിക്ക് വേണ്ടി ഒരാളല്ല, ഒരുപാട് പേർ വരും. என்ன கொண்டு உன்னால நிம்மதி இருக்க முடியாது. என் பின்னாடி பெரிய ஒரு உலகமே இருக்கு ஜெயிலர். இது ஒரு பெரிய நெட்வொர்க். யார் எப்ப வரும்னு உனக்கு தெரியாது. உன் வாழ்க்கை நடக்குமாயிடும். മുത്തുവേൽ പാണ്ടിന് വേണ്ടി ഒരുപാട് പേർ വരുന്നുണ്ട്. നമ്മൾ മോഹൻലാൽ വരെയുള്ള കഥാപാത്രങ്ങൾ പല രീതിയിൽ ചോദിക്കാൻ വരുന്നുണ്ട്. അവരുടെയൊക്കെ ഹീറോയിസ് നമ്മൾ കണ്ടതാണ്. എന്നാൽ വർമ്മന് വേണ്ടി, വർമ്മൻ കൊല്ലപ്പെട്ടതിന് ശേഷം ആളുകൾ ചോദിക്കാൻ വരും. என்ன கொண்டு உன்னால நிம்மதி இருக்க முடியாது. என் பின்னாடி பெரிய ஒரு உலகமே இருக்கு ஜெயிலர். இது ஒரு பெரிய நெட்வொர்க். யார் எப்ப வரும்னு உனக்கு தெரியாது. உன் வாழ்க்கை நடக்குமாயிடும். നമസ്കാരം. വർമ്മൻ ജയിലറിലെ കഥാപാത്രം. ദിലീപ് നെൽസൺ സംവിധാനം ചെയ്ത ജയിലറിലെ നമ്മുടെ വിനായകൻ അവിടെ പോയി ഒരു സ്ഫോടനം ഉണ്ടാക്കിയ കഥാപാത്രമാണ്. ജയിലറിൽ വിനായകൻ്റെ കഥാപാത്രം വർമ്മൻ കൊല്ലപ്പെടുന്നുണ്ട്. ആ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പ് ഉള്ള സംഘർഷത്തിനിടയിൽ വിനായകൻ്റെ വർമ്മൻ പറയുന്നുണ്ട് രജനീകാന്തിൻ്റെ കഥാപാത്രത്തോടും കൂടെയുള്ള വില്ലന്മാരോടും അല്ലെങ്കിൽ തനിക്കെതിരെ നിൽക്കുന്ന ആളുകളോടും ഒക്കെ പറയുന്നുണ്ട്, എന്നെ ഇല്ലാതാക്കിയിട്ട് നിനക്ക് നിമ്മതിയോട് ജീവിക്കാൻ കഴിയും എന്ന് കരുതണ്ട. എനിക്ക് വേണ്ടി ഒരാളല്ല, ഒരുപാട് പേർ വരും. എൻ്റേതൊരു വലിയ നെറ്റ്വർക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം അതിലൂടെ അവസാനിക്കുകയാണ്. പക്ഷേ എനിക്ക് പിന്നാലെ ഒരുപാട് പേർ ചോദിക്കാൻ വരും എന്നാണ്. ജയിലറിൽ വിനായകനോട്, വർമ്മനോട് ചോദിക്കാൻ മുത്തുവേൽ പാണ്ടിന് വേണ്ടി ഒരുപാട് പേർ വരുന്നുണ്ട്. നമ്മൾ മോഹൻലാൽ വരെയുള്ള കഥാപാത്രങ്ങൾ പല രീതിയിൽ ചോദിക്കാൻ വരുന്നുണ്ട്. അവരുടെയൊക്കെ ഹീറോയിസ് നമ്മൾ കണ്ടതാണ്. എന്നാൽ വർമ്മന് വേണ്ടി, വർമ്മൻ കൊല്ലപ്പെട്ടതിന് ശേഷം ആളുകൾ ചോദിക്കാൻ വരും എന്നാണ് പോകുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് വർമ്മൻ പറഞ്ഞത്. അത് ആരൊക്കെയായിരിക്കും വരിക, ഇനി എപ്പോഴാണ് വരിക എന്ന് സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് അത് വന്നിരിക്കുകയാണ്. ഓഗസ്റ്റിൽ റിലീസ് ചെയ്യുന്ന ഡേറ്റ് അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടാം ഭാഗത്തിൻ്റെ ജയിലർ 2-വിൻ്റെ തീയതി അനൗൺസ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുള്ള കൊണ്ടുള്ള ട്രെയിലറിൽ നെൽസൺ ദിലീപ് കുമാർ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. ആ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാണാത്തവർക്ക് പുതിയൊരു ആലോചനയ്ക്കുള്ള സാഹചര്യം കൂടി ഒരുക്കുകയാണ്. ഒന്നാം ഭാഗം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഒരുപക്ഷെ അതിന് കുറച്ച് നാൾ മുമ്പും ശേഷവും രജനീകാന്തിൻ്റേതായ ഒരു ഗംഭീര സിനിമ നമുക്ക് കിട്ടിയിട്ടില്ല. ബോക്സ് ഓഫീസിലൊന്നും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയ സിനിമകളില്ല. പിന്നെ എല്ലാവരും ഒരുപോലെ അഭിപ്രായം പറയുന്ന സിനിമകളും ഉണ്ടായിട്ടില്ല. ഉള്ള സിനിമകൾ ഇഷ്ടപ്പെട്ട, ഇപ്പോൾ ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അങ്ങനെയുള്ള സിനിമകളാണ് വന്നത്. വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ജയിലർ 2 വരുമ്പോൾ കൂടുതൽ പ്രതീക്ഷ വരികയാണ്. അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുകയും അത് അവിടെ പാളിപ്പോവുകയും പിന്നീട് അദ്ദേഹത്തിന് പല രീതിയിലുള്ള അസുഖങ്ങളും ശാരീരിക പ്രശ്നങ്ങളും വന്നു. അത് രാഷ്ട്രീയമായി നിലനിൽക്കില്ല, രാഷ്ട്രീയ പാർട്ടി തന്നെ നിലനിൽക്കില്ല എന്ന് വന്നു. അതിനിടയിൽ പിന്നെ അദ്ദേഹം പിൻവലിയുന്ന ഘട്ടമുണ്ട്. അതിനുശേഷം ഈ സിനിമ വരുന്നു ജയിലർ. അദ്ദേഹത്തിൻ്റെ വൻ തിരിച്ചുവരവ് സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് ചില സിനിമകൾ പൊട്ടുന്നു. എന്നാൽ അതിനിടയിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, വിജയിക്കുന്നു, മുഖ്യമന്ത്രിയാവുന്നു. രജനീകാന്ത് സമ്പൂർണ്ണമായി രാഷ്ട്രീയ പ്രവേശനം എന്ന ആശയം ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അടച്ചു കളയുന്നു. ആ വാതിൽ തന്നെ അടച്ചു കളയുന്നു. ഇപ്പോൾ ജയിലർ 2 വരികയും ചെയ്യുന്ന സാഹചര്യമാണ്. പക്ഷേ ഇത് ഏറ്റവും കൗതുകം ഉണ്ടാക്കുന്നത് വർമ്മൻ്റെ മരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. വിനായകൻ്റെ ആ ഡയലോഗോടുകൂടിയാണ് ഈ ട്രെയിലർ ആരംഭിക്കുന്നത് തന്നെ. என்ன கொண்டு உன்னால நிம்மதி இருக்க முடியாது. என் பின்னாடி பெரிய ஒரு உலகமே இருக்கு ஜெயிலர். இது ஒரு பெரிய நெட்வொர்க். யார் எப்ப வரும்னு உனக்கு தெரியாது. உன் வாழ்க்கை நடக்குமாயிடும். എന്തായാലും വർമ്മൻ്റെ മരണത്തോടെ ചോദിക്കാൻ ഒരുപാട് ആൾ വരുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ട്രെയിലറിൽ ഒരുപാട് മലയാളി താരങ്ങളുണ്ട്. വിനായകൻ്റെ വരവോടുകൂടി ഇന്ന് ഹിന്ദി സിനിമ വരെ പോയ മനസ്സിലായോ സാറേ എന്ന ഡയലോഗുണ്ട്. അത് സൗത്ത് ഇന്ത്യ മുഴുവൻ ആഞ്ഞടിച്ച ഡയലോഗാണ്. ഇപ്പോഴും അത് ആളുകൾ പറയുന്നതാണ്. അതൊരു മലയാളി വിനായകൻ നമ്മുടെ അഭിമാനമായി അവിടെ പോയി പറഞ്ഞ ഡയലോഗാണ്. ഇപ്പോൾ നിരവധി മലയാളി അഭിനേതാക്കൾ തമിഴ്നാട്ടിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുരാജ് അവിടെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഇന്ദ്രൻസ് അവിടെ പ്രധാനപ്പെട്ട നടനാണ്. നിരവധി സിനിമകളിലൂടെ മികച്ച അഭിപ്രായം നേടിക്കൊണ്ട് മുന്നേറ്റു പോകുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മലയാളി അഭിനേതാക്കളുടെ സാധ്യതകളെ കൂടി പണ്ട് ശങ്കർ എല്ലാ സിനിമകളിലും, നെടുമുടി, കൊച്ചിൻ ഹനീഫ, മുരളി, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തമിഴ് സിനിമകളിൽ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ മറ്റൊരു അധ്യായം കൂടി തുറന്നു വെച്ചിരിക്കുകയാണ്. അതിനേക്കാളും വലിയൊരു ക്യാൻവാസിലേക്ക് വലിയ കഥാപാത്രങ്ങളായ ആളുകൾ പോകുന്നു. അതിൻ്റെ ഒരു ഘട്ടമായിരുന്നു വിനായകൻ്റെ പോക്ക്. ഇപ്പോൾ സുരാജ് അവിടെ പ്രധാനപ്പെട്ട, ഇന്ദ്രൻസും വന്നു. ഇപ്പോൾ ഈ ജയിലർ 2 വരുമ്പം മലയാളികളുടെ ഒരു പ്രളയം തന്നെയാണ് പോകുന്നത്. കോട്ടയം നസീർ, ഹക്കീം ഷാജഹാൻ, മിർണ, സുജിത് ശങ്കർ, സുനിൽ സുഗത, അന്ന രേഷ്മ രാജിൻ്റെ പേര് വരെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഈ സിനിമയിലെ ജയിലർ 2-ൽ. ഒപ്പം സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു കണ്ണുണ്ട്. സുരാജ് ഇപ്പോൾ അവിടെ വലിയ നടനാണ്, വലിയ പ്രധാനപ്പെട്ട സിനിമയിലെ നായകനൊപ്പം നിൽക്കുന്ന തരത്തിലേക്കുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുന്ന സുരാജ് വെഞ്ഞാറമൂട്.
ഇപ്പോൾ ഇതിൽ സുരാജിൻ്റെ ഒരു കണ്ണുണ്ട്. സുരാജിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. നമുക്ക് എന്താണ് ഏത് മട്ടിലായിരിക്കും എന്നതൊക്കെയുള്ള ആകാംക്ഷകൾ ബാക്കിയുണ്ട്. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളിൽ ഒരാളായി മാറിയ ഘട്ടത്തിൽ സുരാജിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് വലിയ ആകാംക്ഷയും അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒക്ടോബർ 15 ഈ ജയിലർ 2 വരുമ്പോൾ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ ആയ രജനീകാന്തിൻ്റെ സുഹൃത്തിനെ കുറിച്ചാണ്. അതാരാ? മോഹൻലാലിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചാണ്. മോഹൻലാലിൻ്റെ കഥാപാത്രം ഏത് മട്ടിലായിരിക്കും എന്നുള്ളതാണ്. ഈ ട്രെയിലറിൽ അതിനെക്കുറിച്ച് വേറെ സൂചനകളൊന്നും തന്നിട്ടില്ല. രജനീകാന്തിനെക്കുറിച്ചും സൂചനകൾ ഉണ്ട് എന്നല്ലാതെ ദൃശ്യം ഈ ട്രെയിലറിൽ വന്നിട്ടില്ല. ശിവരാജ് കുമാറിനെ കുറിച്ചും ഇത്തവണ കാര്യമായ ഒന്നും വന്നിട്ടില്ല. ജാക്കി ഷറോഫ് ഉണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട് എന്നുള്ളതല്ല, രമ്യാകൃഷ്ണൻ അടക്കമുള്ള ക്യാരക്ടറിനെ കുറിച്ച് വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ സിനിമയുടെ ട്രെയിലർ അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന രജനീകാന്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. മാത്രമല്ല നെൽസൺ ദിലീപിൻ്റെ എപ്പോഴും വലിയ ഒരു ക്യാൻവാസിലേക്ക് അദ്ദേഹം സിനിമയെ ഉയർത്താറുണ്ട്. ഈ സിനിമ ജയിലർ 2 വരുമ്പോൾ അത് ഏത് മട്ടിൽ അദ്ദേഹം മാറ്റിമറിക്കും എന്നുള്ള ആകാംക്ഷ ഉണ്ട്. അതോടൊപ്പം ജയിലർ 1-ൽ രജനീകാന്തിനൊപ്പം വില്ലൻ എന്ന വർമ്മൻ വന്നിട്ട് രജനീകാന്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന അവസ്ഥയിലേക്ക് അഭിനേതാവ് എന്നുള്ള നിലയിൽ വിനായകന് അതിന് കഴിഞ്ഞു എന്നുള്ളത് ആ സിനിമ മേഖല ആകെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മുത്തുവേൽ പാണ്ഡ്യന് ഓർമ്മിക്കുന്നതിനും മുകളിലേക്ക് വർമ്മൻ കയറി നിന്നു. വർമ്മൻ്റെ സാമൂഹ്യ സാഹചര്യം, ഒപ്പം തന്നെ വർമ്മൻ എന്ന കഥാപാത്രത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ വെച്ചുകൊണ്ട് മുത്തുവേൽ പാണ്ഡ്യൻ എന്ന് പറയുന്ന മുഖ്യധാര കഥാപാത്രം ജയിലർക്ക് ഒപ്പം നിന്നുകൊണ്ട് അയാൾക്ക് മുകളിലേക്ക് അഭിനേതാവ് എന്നുള്ള നിലയിൽ മാറ്റി മറിക്കാനും ഉയർത്താനും കഴിഞ്ഞു എന്നുള്ളത് വിനായകൻ്റെ ക്യാരക്ടറിന് അദ്ദേഹത്തിൻ്റെ അഭിനേതാവ് ഉണ്ടാക്കിയൊരു മികവാണ്. ഇപ്പോൾ ഈ സിനിമ ഏതൊക്കെ മട്ടിലാണ് ഇനി പ്രേക്ഷകരിലെത്തുമ്പം റിസൾട്ട് ഉണ്ടാവുക, വില്ലന്മാർ ഏത് മട്ടിലാണ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതോടൊപ്പം ഒന്നാം ഭാഗത്തിൽ മോഹൻലാലിൻ്റെ ക്യാമിയോകളിൽ ഏറ്റവും ഗംഭീരമായ ഹീറോയിസം കണ്ട സിനിമയാണ് ജയിലർ 1. ഇവിടെ ഏത് മട്ടിലായിരിക്കും എന്നുള്ള ആകാംക്ഷ ആരാധകർക്കുണ്ട്. ഓരോ ഭാഷയിലും അവരവരുടെ മേഖലകളിൽ പ്രധാനപ്പെട്ട അതത് ഭാഷകളിലെ പ്രധാനപ്പെട്ട വമ്പൻ താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. ജാക്കി ഷറോഫ് വരെ, ശിവരാജ് കുമാർ മുതൽ അവരൊക്കെ ഏത് മട്ടിലായിരിക്കും ഇനി അതിൽ വരിക എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കംപ്ലീറ്റായി ആകാംക്ഷ ബാക്കി വെക്കുന്നുണ്ട്. ഒന്നിൽ നമ്മൾ അനുഭവിച്ച കഥാ സാഹചര്യങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ വർമ്മൻ്റെ പിൻഗാമികൾ ചോദിക്കാൻ വരുന്നത് ആരൊക്കെയായിരിക്കും എന്നുള്ളത്, ഒപ്പം മുത്തുവേൽ പാണ്ഡ്യൻ്റെ ഒപ്പം അല്ലെങ്കിൽ അയാൾ ഏകാംഗ പട്ടാളമാണോ ജയിലർ എന്നുള്ള നിലയിൽ ഏകാംഗ പട്ടാളമായിട്ടാണോ ഏറ്റുമുട്ടുക എന്തൊക്കെയുള്ള ചോദ്യങ്ങളും ആകാംക്ഷകളുമാണ്. നമുക്ക് ഇത് വരുന്നത് വരെ ഉള്ള ആകാംക്ഷ അവിടെ നിൽക്കട്ടെ. കാത്തിരിക്കാൻ നന്ദി. നമസ്കാരം.